നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരു ഉംറ നിർവഹിച്ച ശേഷം മറ്റൊരു ഉംറയ്ക്ക് തീയതി ബുക്ക് ചെയ്യാൻ തീർത്ഥാടകർ 14 ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. തീർത്ഥാടകർക്ക് 2 തവണ ഉംറ നിർവഹിക്കാൻ അനുമതിയുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഉംറയ്ക്ക് 14 ദിവസം കാത്തിരിക്കണം. ഉംറ ബുക്ക് ചെയ്യാനുള്ള ഇയാ തമർന ആപ്പ് നിലവിൽ ആപ്പിൾ സ്റ്റോറിൽ മാത്രമാണ് ലഭിക്കുന്നത്. ആൻഡ്രോയിഡ് ഫോണുകളിൽ ഉടൻ ലഭ്യമാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ച് എല്ലാവർക്കും ഉംറ നിർവഹിക്കാൻ അവസരം നൽകുന്നതിന് വേണ്ടിയാണ് ഒരു ഉംറയ്ക്ക് ശേഷം രണ്ടാമത്തെ ഉംറയ്ക്ക് 14 ദിവസത്തെ കാലാവധി നിശ്ചയിച്ചത് എന്ന് മന്ത്രാലയ ചീഫ് പ്ലാനിംഗ് സ്ട്രാറ്റജി ഓഫീസർ വ്യക്തമാക്കി. ഈ വർഷത്തെ ഉംറ പദ്ധതി ആദ്യഘട്ടം ഒക്ടോബർ 4-ന് ആരംഭിക്കും. ഇതുവരെ 35,000 പേർ ഉംറയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആരോഗ്യ പെരുമാറ്റച്ചട്ടങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും അനുസൃതമായിരിക്കും ഉംറയ്ക്ക് അനുമതി നൽകുക. ഒപ്പം ആദ്യഘട്ടത്തിൽ ഉംറ നിർവഹിക്കാൻ ഒരു ദിവസം 6 സമയങ്ങളാണ് നിശ്ചയിച്ചത്. ഓരോ തീർത്ഥാടകനും 3 മണിക്കൂർ അനുവദിക്കും. സൂര്യാസ്തമയത്തിനും രാത്രി നമസ്കാരങ്ങൾക്കും ഇടയിൽ തീർത്ഥാടകരെ ഉംറ നടത്താൻ അനുവദിക്കില്ല. പകരം ഈ സമയം ശുചീകരണം, അണുവിമുക്തമാക്കൽ ജോലികൾക്ക് ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അർദ്ധരാത്രിയാണ് ഉംറ നിർവഹണം ആരംഭിക്കുക. ഓരോ സംഘവും വരുന്നതിന് മുൻപ് ഹറം അണുവിമുക്തമാക്കും. ഓരോ ഗ്രൂപ്പിലും സൂപ്പർവൈസർമാരുണ്ടായിരിക്കും. തീർത്ഥാടകർ സാമൂഹിക അകലം പാലിക്കുക, സമയക്രമം തെറ്റാതിരിക്കുക തുടങ്ങിയവ സൂപ്പർവൈസർമാർ ഉറപ്പുവരുത്തും. കോവിഡ് സാധ്യതാ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഹറമിനടുത്ത ഹോട്ടലുകളിൽ റൂമുകൾ ലഭ്യമാക്കും. ആദ്യഘട്ടം വിലയിരുത്തിയും പോരായ്മകൾ പരിഹരിച്ചുമായിരിക്കും 2 ആഴ്ചയ്ക്ക് ശേഷം രണ്ടാം ഘട്ടം ആരംഭിക്കുക. ലോക മുസ്ലിങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് ഹജ്ജ് ഉംറ സീസണുകളിൽ രാജ്യം വലിയ ജാഗ്രതയാണ് കാണിക്കുന്നത്. പ്രത്യേക സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾക്ക് അനുസൃതമായി തീർത്ഥാടനം എളുപ്പത്തിലും സമാധാനത്തിലും നടത്താൻ അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മൂന്നാം ഘട്ടവും ഫീഡ്ബാക്ക് വിലയിരുത്തിയും പോരായ്മകൾ പരിഹരിച്ചുമായിരിക്കും ആരംഭിക്കുക. ഉംറ ആപ്ലിക്കേഷൻ നേരത്തെ ആരംഭിക്കേണ്ടതായിരുന്നു. എന്നാൽ ആൻഡ്രോയിഡ് പോളിസികൾ കാരണം വൈകുകയായിരുന്നു. ഒരേ സമയം ആപ്പിളിനും ആൻഡ്രോയിഡിനും ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചുവെങ്കിലും ആപ്പിൾ നേരത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉംറ തീർത്ഥാടകരെ സ്വീകരിക്കാൻ മസ്ജിദുൽ ഹറാമിൽ ഒരുക്കം തകൃതിയിൽ നടക്കുകയാണ്. വിവിധ വകുപ്പുകൾക്ക് കീഴിലാണ് ആരോഗ്യ വകുപ്പ് നിശ്ചയിച്ച സുരക്ഷാ മുൻകരുതൽ പാലിച്ച് തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. ഹറമിൽ സേവനത്തിൽ ഏർപ്പെടുന്ന വകുപ്പുകളോട് തീർത്ഥാടകർക്ക് മികച്ച സേവനങ്ങൾ നൽകാൻ ഇരു ഹറം കാര്യാലയ മേധാവി വകുപ്പ് മേധാവികളോട് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.